ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധം കൂടുതൽ വഷളാവാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. പക്ഷേ അത് പറയുമ്പോൾ തന്നെ ഇന്ത്യ എടുക്കുന്ന തന്ത്രപരമായ നിലപാടുകളെ കുറിച്ചുകൂടി സംസാരിക്കേണ്ടതുണ്ട്. ബംഗ്ലാദേശിൽ നിന്ന് രാജ്യം ഉപേക്ഷിച്ച ഇന്ത്യയിലേക്ക് അഭയം തേടേണ്ടി വന്ന പ്രധാനമന്ത്രിയായിരുന്ന ഷെയ്ഖ് ഹസീനയ്ക്ക് ഇപ്പോൾ ബംഗ്ലാദേശിലെ ഒരു അന്താരാഷ്ട്ര കുറ്റകൃത്യ ട്രിബ്യൂണൽ എന്നറിയപ്പെടുന്ന കോടതി വധശിക്ഷ വിധിച്ചിരിക്കുകയാണ്. ഈ അന്താരാഷ്ട്ര കുറ്റകൃത്യ ട്രിബ്യൂണൽ എന്ന് കേട്ട് ആരും തെറ്റിദ്ധരിക്കേണ്ട വേണ്ട. ബംഗ്ലാദേശിലെ ഒരു സാധാരണ തുക്കട കോടതി എന്ന് കണ്ടാൽ മതി. പക്ഷേ ഈ കോടതി വിധിക്കുന്ന ഇത്തരത്തിലുള്ള വിധികൾ ഉണ്ടല്ലോ, അതിനുമേൽ അപ്പീൽ പോകാനൊന്നും സാധാരണ രീതിയിൽ എളുപ്പമല്ല. അതുകൊണ്ടാണ് ഈ കോടതി ഒരു സവിശേഷമായ ഒരു സ്ഥാനം അർഹിക്കുന്നത്. അപ്പോൾ ഈ കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്, ഏതാണ്ട് 5ഓളം കുറ്റങ്ങൾ തെളിഞ്ഞു എന്നാണ് പറയുന്നത്. ഒരുപാട് വിദ്യാർത്ഥികളെ വെടിവെച്ച് കൊല്ലാനായിട്ട് ഷെയ്ഖ് ഹസീന ഉത്തരവിട്ടു എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർക്ക് വധശിക്ഷ വിധിച്ചിരിക്കുന്നത്. നമ്മുടെ കേരളത്തിൽ പോലും കലാപങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അത് നിയന്ത്രിക്കാൻ കഴിയാതെ വരുമ്പോൾ ഭരണകൂടം വെടിവെക്കാനൊക്കെ ഉത്തരവിടാറുണ്ട്. പലരും അങ്ങനെ മരണപ്പെട്ടിട്ടുമുണ്ട്. ഇന്ത്യയിൽ പല സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പല ഭരണാധികാരികൾ ഭരിച്ചിരുന്ന കാലങ്ങളിൽ ജനകീയ പ്രക്ഷോഭങ്ങൾ കലാപങ്ങളായിട്ട് മാറുകയും മറ്റുള്ളവരെ കൊലവിളിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്കൊക്കെ പോകുമ്പോൾ ഗവൺമെന്റിന് ചെയ്യാൻ പരിമിതികളുണ്ട്. പിന്നെ അവിടെ തീർച്ചയായിട്ടും ആയുധം ഉപയോഗിക്കാൻ ഉത്തരവ് കൊടുക്കുക എന്നുള്ളതാണ് ഭരണകൂടത്തിന്റെ മുന്നിൽ അവശേഷിക്കുന്ന ഒരു വഴി എന്ന് പറയുന്നത്. ബംഗ്ലാദേശിൽ ഉണ്ടായ വിദ്യാർത്ഥി പ്രക്ഷോഭം എന്ന് പറയുന്നത് പേരിന് മാത്രമാണ്. വിദ്യാർത്ഥി പ്രക്ഷോഭം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മതഭീകരവാദികൾ അഴിഞ്ഞാടിയ ഒരു കലാപം തന്നെയായിരുന്നു. മതന്യൂനപക്ഷങ്ങളെയും അവാമി ലീഗ് പ്രവർത്തകരെയും നേതാക്കളെയും തിരഞ്ഞുപിടിച്ച് കൊലപ്പെടുത്തുകയും അവരുടെ വീടുകൾക്ക് തീയിടുകയും അവരുടെ ഓഫീസുകൾ നശിപ്പിക്കുകയും അവരെ ക്രൂരമായി ആക്രമിക്കുകയും സ്ത്രീകളെ അടക്കം ബലാത്സംഗം ചെയ്യുകയും ഒക്കെ ചെയ്ത ഒരു കൊടിയ കലാപം, അതായത് മതഭീകര കലാപമാണ് ബംഗ്ലാദേശിൽ അരങ്ങേറിയത്. അതിനെയാണ് ഷെയ്ഖ് ഹസീന നേരിടാനായിട്ട് ഉത്തരവിട്ടത്. പക്ഷെ അത് വിദ്യാർത്ഥികൾക്കെതിരായിട്ടുള്ള ഒരു ഉത്തരവ് എന്ന് പറഞ്ഞുകൊണ്ട് വളച്ചൊടിച്ച് ഷെയ്ഖ് ഹസീന ചെയ്ത ഒരു വലിയ പാതകമായി ചിത്രീകരിച്ചു. ഇപ്പോൾ അവരെ വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുകയാണ് ബംഗ്ലാദേശ്. ഇത് ആഘോഷിക്കുന്ന, അതായത് ബംഗ്ലാദേശ് അവരുടെ വധശിക്ഷ ആഘോഷിക്കുന്ന ദൃശ്യങ്ങൾ കോടതിയുടെ ഉത്തരവ് വരുമ്പോൾ കോടതിക്ക് പുറത്ത് കാത്തുനിന്ന കുറെ ഭീകരവാദികളും അകത്ത് ഗൗൺ അണിഞ്ഞു നിൽക്കുന്ന കുറെ ഭീകരവാദികളും കൈയടിച്ച് ആഘോഷിക്കുന്ന ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോ പുറത്തു വന്നതിൽ നമുക്ക് കാണാൻ സാധിക്കും. ബംഗ്ലാദേശിന്റെ രാഷ്ട്രീയം യാഥാർത്ഥ്യ ബോധത്തോടെ നമ്മൾ കാണേണ്ട ഒന്ന് തന്നെയാണ്. അതായത് ഷെയ്ഖ് ഹസീനയ്ക്ക് മുമ്പും ശേഷവും എന്താണ് ബംഗ്ലാദേശ്? ഷെയ്ഖ് ഹസീന ഉണ്ടായിരുന്ന സമയത്ത് ബംഗ്ലാദേശ് അതിവേഗം വളരുന്ന ഏഷ്യൻ എക്കോണമികളിൽ ഒന്നായിരുന്നു. GDP പെർ ക്യാപിറ്റൽ പല സന്ദർഭങ്ങളിലും ഇന്ത്യയെ പോലും അവർ മറികടന്നിട്ടുണ്ട്. അത്തരത്തിൽ വേഗത്തിൽ സാമ്പത്തികമായിട്ട് ഇന്ത്യക്കൊപ്പം വളർന്നുകൊണ്ടിരുന്ന ഒരു രാജ്യമാണ് ബംഗ്ലാദേശ് എന്ന് പറയുന്നത്. ഷെയ്ഖ് ഹസീന പുറത്തുപോയതിനു ശേഷം, അതായത് മുഹമ്മദ് യൂനസ് എന്ന് പറയുന്ന അമേരിക്ക, പാകിസ്ഥാൻ, ചൈനീസ് ചാരൻ, അങ്ങനെ തന്നെ അയാളെ പറയണം, അയാൾ അധികാരത്തിലേക്ക് എത്തിയതിനു ശേഷം എന്താണ് ബംഗ്ലാദേശിന്റെ ഇപ്പോഴത്തെ അവസ്ഥ? കൊടും പട്ടിണിയിലൂടെയാണ് രാജ്യം കടന്നു പോകുന്നത്. ആവശ്യത്തിന് ഭക്ഷണം പോലും കിട്ടാത്ത അവസ്ഥയാണ് ബംഗ്ലാദേശിൽ ഇപ്പോൾ ഉള്ളത്. സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് പ്രതികരിക്കാൻ പോലും ബംഗ്ലാദേശിൽ ഭയമാണ്. കാരണം ഭീകരവാദികൾ അമ്മാതിരി അഴിഞ്ഞാട്ടമാണ് കുറെ നാളുകളായി ബംഗ്ലാദേശിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവാമി ലീഗ് ഉൾപ്പെടെയുള്ള പൊളിറ്റിക്കൽ പാർട്ടികളെ സപ്പോർട്ട് ചെയ്യുന്ന സാധാരണ ജീവിതം നയിക്കുന്ന മനുഷ്യർ എല്ലാം സഹിച്ച് അവിടെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു കൂട്ടം ഭീകരവാദികൾ ചേർന്നുകൊണ്ടാണ് ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യത്ത് ഇന്ന് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ രാജ്യം അതുകൊണ്ട് തന്നെ സാമ്പത്തിക സൂചികയിൽ അടക്കം താഴോട്ട് വെക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോ ബംഗ്ലാദേശിന്റെ ഭാവി എന്താണ്? ഇപ്പോ ഇന്ത്യയുടെ അല്ലെങ്കിൽ ബംഗ്ലാദേശ് ഇപ്പൊ ഏറ്റവും ഒടുവിലായി പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ സൗഹൃദത്തിലൊക്കെ അല്ലെങ്കിൽ ഈ നമ്മുടെ സൗഹൃദം മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കോടതി വിധിയെ മാനിച്ചുകൊണ്ട് ഷെയ്ഖ് ഹസീനെ വിട്ടുതരണമെങ്കിൽ മാത്രമേ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള സൗഹൃദം മുന്നോട്ട് പോകൂ. എന്ന് വെച്ചാൽ 19 വയസ്സായ സ്ത്രീയെ 79 വയസ്സായ സ്ത്രീയെ തൂക്കിലേറ്റാൻ വേണ്ടിയിട്ട് അവരെ വിട്ടുകൊടുക്കണം. എന്നാലേ ഈ ഇന്ത്യ ബംഗ്ലാദേശ് നല്ല സൗഹൃദം തുടരും.
നമ്മളെ അങ്ങനെ വിട്ടുകൊടുക്കുമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടോ? ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അവർ വിഡ്ഢികളാണെന്ന് പറയാനേ കഴിയൂ. കാരണം ഒരിക്കലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഒരു വ്യക്തിക്ക് അഭയം കൊടുത്തതിന്റെ പേരിൽ വലിയ വില കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. നമ്മുടെ രാജ്യം ഒരു വലിയ നഷ്ടം പോലെ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് പോലും നമ്മൾ ആ തീരുമാനം എടുത്തിട്ടില്ല. ജവഹർലാൽ നെഹ്റുവിന്റെ കാലത്ത് ദലൈലാമയ്ക്ക് അഭയം കൊടുത്ത സംഭവത്തെ നെഹ്റുവിന്റെ പല നിലപാടുകളോടും യോജിപ്പുള്ളപ്പോൾ തന്നെ ദലൈലാമയുടെ കാര്യത്തിൽ അന്ന് നെഹ്റു എടുത്ത ഉറച്ച തീരുമാനത്തെ ഒരിക്കലും നമുക്ക് തള്ളിക്കളയാൻ പറ്റുന്ന ഒന്നല്ല, അല്ലെങ്കിൽ തള്ളിപ്പറയാൻ കഴിയാത്ത ഒരു കാര്യമാണ്. കാരണം ദലൈലാമയെ നമ്മൾ ചൈനയ്ക്ക് വിട്ടുകൊടുത്തിരുന്നു എങ്കിൽ എന്നും നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിലെ ഒരു വലിയ ഒരു കറുത്ത ഒരു ഏടായിട്ട് അത് മാറുമായിരുന്നു. മറിച്ച് യുദ്ധത്തിൽ നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ അതിന്റെ പേരിൽ നഷ്ടപ്പെട്ടിട്ട് പോലും നമ്മൾ ദലൈലാമയെ വിട്ടുകൊടുത്തിട്ടില്ല. അഭയം കൊടുത്ത വ്യക്തിയെ അവസാന നിമിഷം വരെ ചങ്കു വറിച്ച് സംരക്ഷിക്കും. അതാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇപ്പൊ വാർദ്ധക്യത്തിൽ എത്തിയിരിക്കുകയാണ് പിന്നെ എന്താ പറയുക ഷെയ്ഖ് ഹസീന. അവരെ നമ്മൾ ഒരിക്കലും വിട്ടുകൊടുക്കില്ല എന്നുള്ളതാണ്. ഇപ്പോ അന്ന് ചൈനയുടെ ചാരക്കണ്ണുകളൊക്കെ നമുക്ക് ചുറ്റിലും ഉണ്ടായിരുന്നു. ദലൈലാമയെ കൊലപ്പെടുത്താനുള്ള ശ്രമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ നമ്മൾ ഒരുപാട് സംരക്ഷിച്ചു. അവിടെയാണ് ഇപ്പോൾ ഷെയ്ഖ് ഹസീനയുടെ കാര്യത്തിൽ വിട്ടു തന്നില്ലെങ്കിൽ ബംഗ്ലാദേശുമായുള്ള ബന്ധത്തെ അത് ബാധിക്കും. നല്ല നിലയ്ക്ക് മുന്നോട്ട് പോകണമെങ്കിൽ പിന്നെ ഒരു ഭരണാധികാരിയാണ് പിന്നെ ഷെയ്ഖ് ഹസീന. അതുകൊണ്ട് ഷെയ്ഖ് ഹസീനയെ ഞങ്ങൾക്ക് തരണം, തന്നില്ലെങ്കിൽ നിങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ബംഗ്ലാദേശ് പറഞ്ഞാലൊന്നും അങ്ങനെ നമ്മൾ വിട്ടുകൊടുക്കില്ല. ഇന്ത്യയുടെ നിലപാട് അതാണ്. ബംഗ്ലാദേശിയുടെ ഇന്ത്യക്ക് നേരത്തെ അത് തടയാൻ കഴിയും. അതായത് ഹസീനയെ കിട്ടിയിരുന്നെങ്കിൽ കൊന്നുകളയുമായിരുന്നു ബംഗ്ലാദേശ് അവിടുത്തെ ഭീകരവാദികൾ. അത് മനസ്സിലാക്കി തന്നെയാണ് ഇന്ത്യ പുഷ്പം പോലെ ആ കലാപഭൂമിയിൽ നിന്ന് ഒരു ഹെലികോപ്റ്റർ അയച്ച് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത്. അന്ന് ഡോവൽ അടക്കം നേരിട്ടാണ് ഈ വിഷയത്തിൽ ഇടപെട്ടത്. അത് ഊനസിന് അറിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോ അതിനുശേഷം ഇപ്പോഴും നമ്മൾ ഹസീനയെ സംരക്ഷിച്ചു പോരുകയാണ്. ഇവിടെ ബംഗ്ലാദേശിൽ ഇടക്കാല സർക്കാർ ഒരു കോടതി ഉത്തരവിന്റെ മറവിൽ അവരെ വിട്ടുതരണമെന്ന് ആവശ്യപ്പെട്ടാൽ ഇന്ത്യ അങ്ങനെ വിട്ടുകൊടുക്കുവോ? ഇല്ല, ഇന്ത്യ ഒരിക്കലും അത് വിട്ടുകൊടുക്കാൻ പോകുന്നില്ല. 100% ഉറപ്പാണ്. കാരണം ഷെയ്ഖ് ഹസീന എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. നമ്മുടെ രാജ്യത്ത് അഭയം ചോദിച്ചു വന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അവരെ ഒരിക്കലും വിട്ടുകൊടുക്കാൻ പോകുന്നില്ല. ഇനി ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും തിരിച്ചടിയാണോ, അല്ലെങ്കിൽ ഇന്ത്യക്ക് എന്തെങ്കിലും ഇത് കാരണം വലിയ വില കൊടുക്കേണ്ടി വരുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. വലിയ നഷ്ടമുണ്ടാകുമോ എന്ന് ചോദിച്ചാൽ ഒരു നഷ്ടവും ഇല്ല. മാത്രമല്ല ഇത് ഇന്ത്യക്ക് ഗുണമേ ചെയ്യൂ. ലോങ് ടേമിലേക്ക് ഈ ഹസീന എന്ന് പറയുന്ന ബംഗ്ലാദേശിലെ മുൻ ഭരണാധികാരി രാജ്യത്തെ രൂപീകരിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച ബംഗ്ലാദേശിന്റെ രാഷ്ട്രപിതാവ് എന്നറിയപ്പെടുന്ന മനുഷ്യന്റെ മകളാണ്. ഈ ബംഗ്ലാദേശിലെ രാഷ്ട്രപിതാവിനെ തന്നെ കൂട്ടക്കൊല ചെയ്തപ്പോൾ കഷ്ടിച്ച് രക്ഷപ്പെട്ട ഒരു വ്യക്തി കൂടിയാണ്. അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശിലെ സാധാരണ ജനങ്ങൾക്കിടയിൽ ഭയങ്കരമായ ഒരു സപ്പോർട്ട് പിന്നെ ഷെയ്ഖ് ഹസീനയ്ക്കുണ്ട്. അവാമി ലീഗ് എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടിയുടെ സ്ട്രെങ്ത് മനസ്സിലാക്കി ഒരിക്കലും തിരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വരാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ തീവ്രവാദ ഗ്രൂപ്പുകളും അവരെ സപ്പോർട്ട് ചെയ്ത പൊളിറ്റിക്കൽ പാർട്ടികളും അമേരിക്കയുടെയും പാകിസ്ഥാന്റെയും ഒക്കെ സഹായത്തോടെ നടത്തിയ ഒരു കലാപവും അട്ടിമറിയുമായിരുന്നു ഈ കഴിഞ്ഞ വർഷം നമ്മൾ കണ്ടത്. അങ്ങനെയാണ് ഇടക്കാല സർക്കാർ അവിടെ അധികാരത്തിൽ വന്നത്. കഴിഞ്ഞ ബംഗ്ലാദേശിലെ തിരഞ്ഞെടുപ്പുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ 2014 അവിടെ നടന്ന തിരഞ്ഞെടുപ്പിൽ 72.1%, അതായത് 72.1% വോട്ടാണ് അവാമി ലീഗിന് കിട്ടിയത്. 2018 74.96 വോട്ട് കിട്ടിയിട്ടുണ്ട്. 2024 തിരഞ്ഞെടുപ്പിൽ 70% വോട്ട്, അതിനടുത്ത വോട്ട് അവർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോ അവാമി ലീഗ് എന്ന് പറയുന്നത് ബംഗ്ലാദേശിലെ സാധാരണ മനുഷ്യർക്കിടയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ്. ഹസീനയുടെ ഫാമിലി എന്ന് പറയുന്നത് ബംഗ്ലാദേശികളുടെ ഹൃദയത്തിൽ പ്രത്യേകം സ്ഥാനം പിടിച്ച മനുഷ്യരാണ്. പക്ഷേ ഇന്ന് ബംഗ്ലാദേശ് ഭരിക്കുന്നതും നേരത്തെ പറഞ്ഞതുപോലെ 70% ആളുകളല്ല, 30% ഹസീനെ എതിർക്കുന്ന മനുഷ്യരാണ്. അവർക്ക് തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലെത്തി അവർക്ക് തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലെത്തണം. അങ്ങനെ എത്താൻ കഴിയാതെ വരുമ്പോൾ അവിടെ ഒരു അട്ടിമറി നടക്കും. ആ അട്ടിമറിയിലൂടെ അവിടുത്തെ ഭരണം അട്ടിമറിക്കണം. അട്ടിമറിച്ചുകൊണ്ട് അവിടുത്തെ ആധിപത്യം സ്ഥാപിക്കണം. എന്നിട്ട് അവിടെ ഭരണം നിലനിർത്താനുള്ള എല്ലാ ഇടക്കാല സർക്കാരിനും അല്ലെങ്കിൽ അത്തരത്തിലുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തണം. ഇപ്പോഴും അവർക്ക് ഹസീനയെ ഭയമാണ്. മറ്റൊരു ഭയം കൂടി ഇപ്പോൾ ഉണ്ട്. ഇന്ത്യ ഇനി എന്ത് ചെയ്യും?
അതായത് ഇന്ത്യ ഹസീനയെ വിട്ടുകൊടുക്കില്ല, പക്ഷേ ഡോവലിന്റെ തന്ത്രത്തിലൂടെ ഹസീന ബംഗ്ലാദേശിൽ എത്തുകയും ചെയ്യും. തീർച്ചയായിട്ടും ഹസീന തന്നെയായിരിക്കും ബംഗ്ലാദേശ് ഇനിയും ഭരിക്കാൻ പോകുന്നത്. യൂനസിന്റെ അവസ്ഥ ആലോചിക്കുമ്പോഴാണ് വല്ലാത്തൊരു കഷ്ടം തോന്നുന്നത്.